ഹലോ, അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. ഇപ്പം ഞാൻ കുറച്ച് ചെറിയ ചെറിയ ടിപ്സുകളുമായിട്ടാണ്, നമുക്ക് വീട്ടിൽ അത്യാവശ്യമായിട്ടുള്ള ചെറിയ ചെറിയ ടിപ്സുകളായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണുക. വീഡിയോയിലോട്ട് പോയാലോ? ആദ്യമായിട്ട് ഞാനൊരു കവറാണ്. നമ്മളെ വീടുകളിൽ ധാരാളമായിട്ട് ഇതുപോലുള്ള പ്ലാസ്റ്റിക് കവറുകളൊക്കെ കിട്ടാറുണ്ട്. അതൊക്കെ നമ്മൾ എളുപ്പത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു സഞ്ചിയിലാക്കി മൊത്തവും കൂടെ ഇങ്ങനെ ചുരുട്ടി കൂട്ടി വയ്ക്കാറുണ്ട്. ഇനി അങ്ങനെയൊന്നും ചെയ്യേണ്ട, നമുക്ക് ഒരുപാട് സ്ഥലം ലാഭിക്കാനും നല്ല രീതിയിൽ നമുക്ക് എളുപ്പത്തിന് എടുത്തുകൊണ്ട് പോകാനും ഒക്കെ കണക്കായിട്ട് നമുക്ക് ഈ കവർ എങ്ങനെ മടക്കി ഒതുക്കി വെക്കുക എന്നുള്ളതാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത്. ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കൂ. ഒരുപാട് സ്ഥലം നമുക്ക് ലാഭിക്കാൻ പറ്റും. കവറുകളെല്ലാം നല്ല പുതുപുത്തൻ പോലെ നമുക്ക് സൂക്ഷിക്കാനും പറ്റും. അതിനായിട്ട് ഈ ഒരു കവറ് ഇങ്ങനെ നൂത്തിട്ടതിന് ശേഷം ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കണം. ഈ ഒരു വീഡിയോയിൽ കാണുന്ന കണക്ക് തന്നെ നിങ്ങൾ ചെയ്താൽ മതി. ഒരുപാട് സ്ഥലം നമുക്ക് ലാഭിക്കാം. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതിനുശേഷം ഇതേപോലൊന്ന് മടക്കിയെടുക്കുക. ഈ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങളൊന്ന് ചെയ്താൽ മതി. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ്. എന്നിട്ട് ഇങ്ങനെ 3-4 ഒന്ന് മടക്കി കൊടുക്കണം. മടക്കി കൊടുത്തതിന് ശേഷം അതിനെ നമുക്ക് ഇതിനുള്ളിലേക്കൊന്ന് വെച്ച് കൊടുക്കണം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു ടിപ്പല്ലേ? കണ്ടോ, ഇതേപോലെ അതിനകത്തേക്കൊന്ന് നമുക്ക് മടക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഒട്ടും തന്നെ അത് ഉടഞ്ഞു പോവുകയോ ഒന്നും ചെയ്യില്ല. നല്ല ഫ്രഷായിട്ട് പുതിയതുപോലെ കവറിരിക്കും. നമുക്ക് അത്യാവശ്യത്തിന് എവിടെയെങ്കിലുമൊക്കെ പോകണമെങ്കിലോ ഫ്രിഡ്ജിൽ മലക്കറിയൊക്കെ വെക്കാനോ ഒക്കെ ആയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കുകയും ചെയ്യാം. ഇതുപോലെ ഒരു ബോക്സിലാക്കി നമുക്ക് മാറ്റി വെച്ചിരുന്നാൽ ഒരുപാട് സ്ഥലം ലാഭിക്കാം. നല്ലൊരു ടിപ്പാണ്. എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. നമുക്ക് അത്യാവശ്യത്തിന് ഉപയോഗിക്കാനും പറ്റും. അടുത്ത വീഡിയോയിലോട്ട് പോയാലോ? തക്കാളിയൊക്കെ നമ്മൾ ധാരാളം ഒരുമിച്ചൊക്കെ വാങ്ങിക്കും. ഇപ്പം 2 കിലോയും 1 കിലോയൊക്കെ വാങ്ങിച്ച് വെച്ചിരുന്നാൽ നമുക്ക് പെട്ടെന്നൊന്നും തക്കാളികളൊന്നും തീർന്ന് കിട്ടത്തില്ല. അപ്പോൾ തക്കാളിയൊക്കെ ഒരുപാട് ദിവസം നമ്മൾ കേടുകൂടാതെ നല്ല ഫ്രഷായിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയുള്ള നല്ലൊരു ടിപ്പാണ്. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന നല്ലൊരു ടിപ്പാണ്. ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. അപ്പം ആദ്യം തന്നെ നമ്മൾ തക്കാളി ഒരു പേപ്പറോ നല്ലൊരു കോട്ടൺ തുണിയുണ്ടോ ഇതുപോലൊന്ന് തുടയ്ക്കണം. അതിൻ്റെ പുറത്ത് ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ ഒരു അംശം പോലും ഉണ്ടാകരുത്. അത് ഏതൊരു പച്ചക്കറി ആയിരുന്നാലും നമ്മൾ വാങ്ങിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ അതൊന്ന് തുടച്ചതിന് ശേഷം ഇതുപോലെ പേപ്പറോ തുണിയോ വെച്ചൊന്ന് തുടച്ചെടുത്തതിന് ശേഷം നമ്മൾ സൂക്ഷിച്ച് വെച്ചാൽ ഒട്ടും തന്നെ അത് കേടാകത്തില്ല. ഇതിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകുമ്പോഴാണ് പെട്ടെന്ന് തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാലും പച്ചക്കറികളൊക്കെ കേടായി പോണത്. അങ്ങനെ ഞാൻ ആ തക്കാളികളെല്ലാം ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഓരോ തക്കാളിയുടെയും മുകൾ ഭാഗത്തായിട്ട് വെളിച്ചെണ്ണയാണ് തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഇങ്ങനെ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ തക്കാളികളൊന്നും കേടാവത്തില്ല. നല്ല പുതിയതുപോലെ ഇങ്ങനെ തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു ബോക്സിലേക്ക് വെച്ച് കൊടുക്കണം. അപ്പം എൻ്റെ കയ്യിലിപ്പം 4 തക്കാളിയേ ഉള്ളായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അത്ര എടുത്തത്. അപ്പം ഞാൻ സാധാരണയായിട്ട് ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. നല്ല ഫ്രഷായിട്ട് തക്കാളികളെല്ലാം ഇരിക്കും. ഇനി നമുക്ക് ഇതേപോലെ ഒരു ബോക്സിനകത്തിലാക്കി അടച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന തക്കാളിയെല്ലാം നല്ല ഫ്രഷായിട്ട് തന്നെ ദിവസങ്ങളോളം നമുക്ക് സൂക്ഷിക്കാം. ഒട്ടും തന്നെ കേടോ ഒന്നും തന്നെ ഉണ്ടാവില്ല. ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അടുത്ത വീഡിയോയിലോട്ട് പോയാലോ? അടുത്തായിട്ട് നമ്മൾ പച്ചമുളകൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് കേടായി പോകും. അപ്പോൾ പച്ചമുളക് ഒന്നും കേടാവാതിരിക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ പച്ചമുളക് ഒന്ന് കഴുകിയെടുക്കണം. കഴുകിയെടുത്തിട്ട് അതിന് നല്ല പോലെ ഒന്ന് തുടയ്ക്കണം. അല്ലെങ്കിൽ കുറച്ച് നേരം ഒരു പേപ്പറിൻ്റെ മുകളിലോട്ടൊന്ന് നിരത്തി വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ വെള്ളത്തിൻ്റെ അംശം എല്ലാം മാറ്റിയതിന് ശേഷം ഇതേപോലെ അതിൻ്റെ ഞെട്ടെല്ലാം ഒന്ന് ഇളക്കി മാറ്റണം. അപ്പം നമ്മൾ കഴുകിയെടുത്തിട്ട് അതിനെ തുടച്ച് വയ്ക്കുമ്പോൾ ആ ഒരു പച്ചമുളക് പെട്ടെന്ന് കേടാവാതെ നമുക്ക് പെട്ടെന്ന് നമ്മൾ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ വേഗം തന്നെ നമുക്ക് കറിക്കായിട്ട് ഉപയോഗിക്കാനും പറ്റും. എന്നിട്ട് ഇതേപോലെ ഒരു പാത്രത്തിൽ അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. നല്ലൊരു ടിപ്പാണ്. അപ്പോൾ അടുത്ത ടിപ്പിലോട്ട് പോയാലോ? അപ്പോൾ നമ്മൾ തമ്പനയിൽ പറഞ്ഞ പോലെ കടുക് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ്. എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയ നല്ലൊരു ടിപ്പാണ്.
അപ്പം കടുകൊക്കെ എടുത്തു കഴിഞ്ഞാൽ പണ്ടുള്ള അമ്മമാരൊക്കെ പറയും കടുകൊക്കെ എടുത്തു കഴിഞ്ഞാൽ വീട്ടിൽ വഴക്കുണ്ടാവും എന്നൊക്കെ എൻ്റെ ഉമ്മയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് കടുകൊന്നും അധികം ആരും എടുത്ത് കളിക്കാൻ നിൽക്കില്ല. കടുക് തറയിൽ വീണ് കഴിഞ്ഞാൽ വീട്ടിൽ അടിയുണ്ടാവും എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴുള്ളവർക്ക് അതൊന്നും ഒരു വിശ്വാസമില്ല, എന്നാലും ഞാനത് വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിതാ ഒരു കടുവിനെ ഇതുപോലുള്ളൊരു പേപ്പറിലോ കവറിലോ ഒന്ന് ആക്കി കൊടുക്കുക. ഒരു സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുകയാണ്. മടക്കി കൊടുത്തതിന് ശേഷം അതിനെ നമുക്ക് നല്ല ചെറുതായിട്ടും കൂടെ ഒന്ന് മടക്കി കൊടുക്കണം. ഒട്ടും തന്നെ അതിൽ നിന്ന് പുറത്ത് പോകരുത്. കടുവ് പുറത്ത് പോകാത്ത രീതിയിൽ നമുക്കതിനെ മടക്കി വയ്ക്കാം. എന്നിട്ട് അതിനൊരു റബ്ബർ ബാൻഡ് വെച്ച് അതിനെ ഒന്ന് കെട്ടി വയ്ക്കണം. വളരെ ഉപകാരപ്പെടുന്ന നല്ലൊരു ടിപ്പാണ് കേട്ടോ ഈ ഒരു ടിപ്പ്. ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയ നല്ലൊരു ടിപ്പാണ്. അങ്ങനെ ഞാൻ വേറൊരു ഇതുപോലൊരു പൊതിയും കൂടെ ഞാൻ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിനകത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ഒന്ന് പൊതിഞ്ഞെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഇതേപോലെ ഒരു സൂചി കൊണ്ടോ പിന്നു കൊണ്ടോ ഒന്ന് ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. വലിയ വലിയ ഹോൾ ഇട്ടുണ്ട്, ചെറിയതായിട്ടൊന്ന് തൊട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ എടുക്കാതെ ഉപയോഗിക്കാതെയൊക്കെ മാറ്റി വെച്ചിരിക്കുന്ന കാസറോൾ പോലുള്ള പാത്രങ്ങളുണ്ടല്ലോ, ഈ പാത്രങ്ങളിലേക്ക് ഈ കടുവ് ഇങ്ങനെ പൊതിയിട്ട് കൊടുത്തിട്ട് നമ്മൾ വെച്ചിരുന്ന ഒട്ടും തന്നെ അതിനകത്തിലൊരു ബാഡ് സ്മെല്ലോ ഒന്നും ഉണ്ടാവില്ല. നല്ലൊരു ടിപ്പാണ്. അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പഞ്ചാരയൊക്കെ ധാരാളം വാങ്ങി വെച്ചിരിക്കുമ്പോഴേക്കും അതിലേക്ക് ഉറുമ്പൊക്കെ കയറാൻ സാധ്യതയുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു പഞ്ചാരയിലേക്ക് ഉറുമ്പൊന്നും ഒട്ടും തന്നെ കയറില്ല. ഇതേപോലെ നമ്മൾ ഒരു പൊതിയിൽ ആക്കി കടുക് ഇട്ട് സൂക്ഷിച്ചിരുന്നാൽ ഉറുമ്പൊട്ടും തന്നെ നമുക്ക് പഞ്ചാരയിൽ കയറില്ല. അപ്പോൾ അടുത്ത ടിപ്പിലോട്ട് പോകാം. അതിനായിട്ട് ഞാനൊരു ഇടിക്കണ കല്ലെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഗ്രാമ്പുമാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം കടുകും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് പുറത്തൊന്നും പോകാത്ത രീതിയിൽ വേണം പൊടിച്ചെടുക്കാൻ. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുതേ. നല്ല നല്ല വീഡിയോസ് എല്ലാം എൻ്റെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണേ. എന്നിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം ഈ പുകയ്ക്കണ ഈ ഒരു ചട്ടിയിലോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ബൗളിലോ വല്ലതും നമുക്ക് ഇതിനെ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. എൻ്റെ കയ്യിലിപ്പം നല്ലെണ്ണ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഓയിൽ ഒഴിച്ചു കൊടുത്തത്. ഇത് പാം ഓയിലാണ്. പാം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിനകത്തേക്ക് ഒരു തിരിയും കൂടെ ഇങ്ങനെ തീർത്ത് അതിലേക്ക് എണ്ണയിലേക്ക് മുക്കി കൊടുക്കാം. ആ ഒരു തിരിയിൽ എണ്ണ നല്ല പോലെ പിടിക്കണം. പിടിച്ചതിന് ശേഷം ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് കത്തിച്ച് കൊടുക്കാം. വളരെ ഉപകാരമുള്ള നല്ലൊരു ടിപ്പാണ്. കൊതുക് ശല്യവും പാറ്റശല്യവും ചെറിയ ചെറിയ പ്രാണികളെ കൊണ്ടൊക്കെ രാത്രിയിൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അതിനൊക്കെ പറ്റിയ നല്ലൊരു ടിപ്പാണ്. ഈ ഒരു കടുകിൻ്റെയും ഗ്രാമ്പൂൻ്റെയൊക്കെ മണം കൊണ്ട് ഒരു പ്രാണികളോ കൊതുകോ ഒന്നും വീട്ടിനകത്തേക്ക് പ്രവേശിക്കുകയില്ല. എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന നല്ല ടിപ്പുകളാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ ചെറിയ ചെറിയ ടിപ്പുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും ആരും മറക്കരുതേ. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.